മാം ആണ്. പ്രത്യേകം പരിചയ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ആളാണ്. എന്നാലും പറയാം, രചന മാം ആണ് നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ കോർഡിനേറ്റർ. അതോടൊപ്പം മാം ഒരു ടീച്ചറാണ്, അബാക്കസ് ട്രെയിനറാണ്. അതുപോലെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് വിമ്പിളില്. ഞാൻ ആദ്യമായിട്ട് മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അന്ന് ട്രെയിനർ വന്നില്ല എടുക്കാനുള്ള ആള്. അപ്പൊ അന്ന് സജന മാം ഒരു കഥ പറഞ്ഞിട്ടാണ് അത് ഫില്ല് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇതുപോലെ പലതവണ ട്രെയിനർ വരാതെയാവുമ്പം സജന മാമിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങളായിട്ട് അതിന്റെ ആവശ്യം വരാറില്ല. കാരണം നമുക്ക് ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട് ഇപ്പം. അപ്പൊ ആരെങ്കിലും വന്നില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ അത് ഏറ്റെടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് കഥകൾ മിസ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ നികത്താനായിട്ട് ഇന്ന് നല്ലൊരു സ്റ്റോറിയുമായിട്ട് മാം വന്നിട്ടുണ്ട്. അപ്പം മാമിനെ അല്ലെ നമുക്ക് എല്ലാവർക്കും കൂടെ സ്വാഗതം ചെയ്യാം. അതോടൊപ്പം എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. രചന മാം, ഓവർ ടു യു. Thank നമുക്ക് you, തുടങ്ങാം. sir. Good morning all. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. റൌസ് സാർ പറഞ്ഞ പോലെ തന്നെ കഥകളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയില് അർച്ചന മാം ഇതുപോലെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ കിട്ടിയിരുന്നു അല്ലെ. അപ്പൊ ഇന്നും അതുപോലത്തെ കുറച്ച് സ്റ്റോറീസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. പിന്നെ എനിക്ക് രാവിലെ തന്നെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, സൗണ്ട് ഒന്ന് റെഡിയായി വരണമെങ്കിൽ കുറച്ചു നേരം പിടിക്കും. അപ്പൊ ഒരു മുക്കലും മൂളലൊക്കെ ഉണ്ടാവും. കുറച്ചു നാളായിട്ട് തുടങ്ങിയിരുന്നു. അപ്പൊ മഞ്ഞക്കുള്ളായിരുന്നു കൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ. അപ്പൊ നമ്മുടെ സ്റ്റോറീസിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ഞാൻ ഫസ്റ്റ് പറയാൻ പോണ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ബുദ്ധ കഥകൾ അല്ലെ. ബുദ്ധനും ശിഷ്യന്മാരും കൂടിയുള്ള കഥകളൊക്കെ. അതായത് ഇപ്പൊ ബുദ്ധൻ പല സാഹചര്യങ്ങളിലൊക്കെ ആയിട്ട് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ നമുക്ക് ഒത്തിരി മെസ്സേജസ് തരുന്നതാണ്. പല യാത്രകളിലും ഒക്കെ ആയിട്ട് ബുദ്ധൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെ. അങ്ങനത്തെ ഒരുപാട് പല കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു കഥകളൊക്കെ തന്നെ ഇപ്പോഴും നമുക്ക് ഒരുപാട് ആ കഥകളിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് മെസ്സേജസ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കഥയാണ് ഫസ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോ കഥ എങ്ങനെയാണ്? ഒരിക്കലും ഗൗതമ ബുദ്ധനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനുണ്ട് ആനന്ദയും കൂടിയിട്ട് ഒരു യാത്ര പുറപ്പെടും. അങ്ങനെ അവര് യാത്ര ഒരു ഗ്രാമവീഥി കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തണം എന്നാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എന്താ പറയാ ഉച്ച സമയം, സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്ഷീണമുണ്ട് രണ്ടുപേർക്കും. പിന്നെ ആണെങ്കിൽ നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്, തൊണ്ടയൊക്കെ ഇങ്ങനെ വരണ്ടൊണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ശിഷ്യൻ ആനന്ദ ബുദ്ധനോട് ചോദിക്കുകയാണ്, ഗുരു ഇനി നമ്മളുടെ ഈ ഗ്രാമത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കണം. അപ്പൊ ബുദ്ധൻ പറയണ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, നീ വിഷമിക്കേണ്ട ആനന്ദ, കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഈ ഗ്രാമത്തേക്ക് എത്തിച്ചേരുന്നു ബുദ്ധൻ വാത്സല്യത്തോടെ പറയണം. അങ്ങനെ ഇവര് വീണ്ടും നടക്കും. അങ്ങനെ കുറെ മൈലുകൾ എന്നിട്ടും എന്താ പറയാ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ ഗ്രാമത്തില് എത്തണില്ല, ഗ്രാമം മാത്രം കാണില്ല. അപ്പൊ അങ്ങനെ ആനന്ദയ്ക്കാണെങ്കിൽ പിന്നെ ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത പോലെ അത്രയും തളർന്നു. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത്, ക്ഷീണിച്ച് നടക്കുന്ന സമയത്താണ് ആ വഴി കൂടെ ഒരു കർഷകൻ തലയിൽ ഒരു വലിയൊരു ഭാരം ചുമടുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നത്. അപ്പൊ ആനന്ദ അദ്ദേഹത്തിന്റെ അടുത്ത് ഓടി ചെന്നിട്ട് ചോദിക്കും, സഹോദര ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര ദൂരം പോയാലാണ് എത്താന്ന് പറയും. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ബുദ്ധൻ എന്ത് ചെയ്യും, ഈ കർഷകനെ നോക്കി ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു പുഞ്ചിരിക്കും. അപ്പൊ ഈ കർഷകനും പുഞ്ചിരിച്ചുകൊണ്ട് പറയും, ഈ ഗ്രാമത്തേക്ക് എത്താൻ ഇനി 2 മൈൽ കൂടി ദൂരം മാത്രമേ ഉള്ളൂ ഈ ഗ്രാമത്തേക്ക് എത്താന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോ ആനന്ദയ്ക്ക് കുറച്ചും കൂടെ ഒരു ഉഷാറാവും. ഇനി 2 മൈലും കൂടെ പോയാൽ മതിയല്ലോ, അവിടെ എത്തോലോ എന്നൊക്കെ വെച്ചിട്ട് ആൾക്കൊരു പുതിയൊരു എനർജി ഒക്കെ കൈവരും. അങ്ങനെ പ്രതീക്ഷയോട് കൂടിയിട്ട് പിന്നെ നടക്കും. അങ്ങനെ ഈ 2 മൈൽ എന്നുള്ളത് 4 മൈലായി, 4 മൈൽ എന്നുള്ളത് 8 മൈലായി. എന്നിട്ടും ഗ്രാമം മാത്രം എത്തണില്ല. അപ്പൊ അതോടുകൂടി ആനന്ദയ്ക്ക് വീണ്ടും നിരാശയാവും. അങ്ങനെ പിന്നെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നതാണ്. അപ്പൊ ആനന്ദ ഓടി ചെന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കും,
അമ്മ ഇനി ഈ ഒരു ഗ്രാമത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര ദൂരം പോയാലാണ് എത്താൻ പറ്റും. അപ്പൊ ആ സമയത്തും ബുദ്ധൻ ഈ വൃദ്ധനെ നോക്കിയിട്ട് ഒരു പുഞ്ചിരിക്കും. അപ്പൊ അവരും ഒന്ന് തിരിച്ച് പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ സ്നേഹത്തോടു കൂടി പറയും, മോനെ വിഷമിക്കണ്ട, ഇനി ഈ ഒരു ഗ്രാമത്തേക്ക് എത്താൻ 2 മൈലും കൂടെ പോയാൽ മതി എന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോ ആനന്ദയ്ക്ക് ഭയങ്കര പ്രതീക്ഷ വരും. ഇനി 2 മൈലും കൂടെ പോയാൽ മതിയല്ലോ, ഇവിടെ എത്തോലോ എന്ന് വെച്ചിട്ട് പിന്നെയും ഊർജം വരും. അങ്ങനെ വീണ്ടും നടക്കും. അങ്ങനെ നടന്നിട്ട് കുറേ ദൂരം കഴിഞ്ഞിട്ടും ഗ്രാമം മാത്രം കാണില്ല, എത്തണില്ല. അപ്പോ ആനന്ദ ആകനെ തളർന്ന് എന്താ പറയാ, ഇനി ഒരു അടി പോലും നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവിടെ ഭാണ്ഡങ്ങളൊക്കെ അവിടെ നിലത്തിറക്കി വെച്ചിട്ട് ആ വഴിയുടെ അരികിൽ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആനന്ദ ബുദ്ധനോട് ചോദിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കർഷകനും പിന്നെ കണ്ട ആ അമ്മയും ഒക്കെ പറഞ്ഞത് ഇനി 2 മൈല് ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ദൂരം പിന്നെ നടന്ന്, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് എനിക്കൊന്നും മനസ്സിലാവണില്ല. അതുപോലെ തന്നെ അവരത് പറഞ്ഞ സമയത്ത്, അവരെ കണ്ട സമയത്ത് അങ്ങ് എന്തിനാണ് അവരെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചതെന്നൊക്കെ ചോദിക്കണം. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ ബുദ്ധൻ പറയും, ശരിക്കും ഈ ഒരു ഗ്രാമത്തേക്ക് എത്താനായിട്ട് ഇനിയും 15 മൈല് ദൂരം ഉണ്ടെന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോ ആനന്ദ ആകനെ ഞെട്ടിപ്പോവും, ഇനിയും 15 മൈലോ? അപ്പൊ അവരൊക്കെ നമ്മളോട് കള്ളം പറയായിരുന്നു. ആ വൃദ്ധയും പിന്നെ അതുപോലെ തന്നെ കർഷകനൊക്കെ ഒരേപോലെ നുണ പറഞ്ഞത് അവര് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ, അതുപോലെ അങ്ങ് എന്തിനാണ് പുഞ്ചിരിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പൊ പറയും, ഞാൻ തുടക്കത്തിലേ തന്നെ നമ്മളുടെ യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ എന്താണ് ഇത്രയും ദൂരം ഉണ്ടെന്ന് പറയായിരുന്നെങ്കിൽ നീ അവിടെ അപ്പൊ തന്നെ തളർന്ന് അപ്പൊ തന്നെ നിന്റെ പകുതി ഒരു പ്രതീക്ഷ പോവുമായിരുന്നു. അതേപോലെ തന്നെ അവര് നുണ പറഞ്ഞത് അത് നുണയായിരുന്നില്ല, നിന്നോടുള്ള സ്നേഹമായിരുന്നു. നിന്റെ കണ്ണുകളിലത്തെ ആ ഒരു ഇത് അവര് കണ്ട്, ആ ഒരു ക്ഷീണം അവര് കണ്ട്. അപ്പൊ നിനക്ക് ഒരു പ്രതീക്ഷ തന്നതായിരുന്നു. അപ്പൊ ആ ഒരു നുണ പറഞ്ഞാലും അത് നിനക്ക് വലിയൊരു പ്രതീക്ഷയും, അത് അവരുടെ സ്നേഹമാണ് അവരത് കാണിച്ചതെന്ന് പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോ ആനന്ദക്ക് എന്താണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവും. കാരണം അവര് നുണ പറഞ്ഞത് എന്തായിരുന്നു, സ്നേഹം കൊണ്ടായിരുന്നു, പ്രതീക്ഷ നൽകിയതായിരുന്നു, മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഊർജം നൽകിയതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഒരുപാട് മെസ്സേജസുകൾ ഉണ്ടല്ലേ. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇതിനെ 2 മൈൽ തിയറി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ലക്ഷ്യത്തിൽ എത്താനോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ചലഞ്ചസോ അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, 2 മൈൽസ് ആക്കാം. അതായത് ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്സുകൾ ആക്കാന്നുള്ളതാണ്. എന്നിട്ട് ആ ഒരു സ്റ്റെപ്പിലേക്ക്, അതായത് ആ ഒരു ലക്ഷ്യത്തിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ ചിന്തിച്ച് വറീഡ് ആവാണ്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ ഒരു 2 മൈൽ ആദ്യം തന്നെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മെസ്സേജ് ആണ്, ഈ 2 മൈൽ തിയറി എപ്പോഴും നമ്മൾ ഓർക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലക്ഷ്യം ഒരു വലിയൊരു ലക്ഷ്യത്തിൽ എത്താനുള്ളത് ദൂരമല്ല, നമ്മൾ അത് സ്ഥിരമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, അങ്ങനെയുള്ളതാണ്. അപ്പൊ നമ്മൾ പല ഇതുകളിലും കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾക്ക് ഒരു വലിയൊരു ടാസ്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്മോൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് വിഭജിക്കുക, അതുപോലെ ചെറിയ സ്റ്റെപ്പുകളാക്കുക, 2 മൈൽസ് ആക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. വലിയൊരു ടാസ്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്ന് വിഷമിച്ചായോ അത് ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ചിരിക്കും. പിന്നെ അത് ചിലപ്പോൾ നമ്മൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യും, ചെയ്യാണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ചെറിയ സ്റ്റെപ്പുകളാക്കിയിട്ട് ഞാൻ ഇന്ന് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കുക, അതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് 2 മൈൽ തിയറി എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷയുടെ കാവൽക്കാരാവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റോറിയിൽ കണ്ടിട്ടുള്ള ആ ഒരു വൃദ്ധയും അതുപോലെ തന്നെ ആ ഒരു കർഷകനും അവിടെ നുണ പറഞ്ഞതായിരുന്നില്ല അല്ലെ, അവര് മറ്റൊരാൾക്കൊരു പ്രതീക്ഷ നൽകിയിരുന്നു. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ചില ആളുകൾ ഭയങ്കര മോട്ടീവ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അവര് നമ്മളടുത്ത് ഇങ്ങനെ പറയും, എന്താണ് നമുക്കൊരു പ്രതീക്ഷ തരും, വിഷമിക്കേണ്ട, അത് ഇനി ശരിയാവും, അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പ്രതീക്ഷ തരാന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ. എന്നാലും ചില ആൾക്കാർ നമ്മളെ നിരാശപ്പെടുത്താണ് ചെയ്യുക. അപ്പൊ എപ്പോഴും നമ്മൾ എന്താ ആ കർഷകനെയും വൃദ്ധനെയും പോലെ തന്നെ ഒരു പ്രതീക്ഷയുടെ, മറ്റുള്ളവർക്കൊരു പ്രതീക്ഷയും ആശ്വാസവും കൊടുക്കുന്നവരായി മാറാന്നുള്ളതാണ് രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കണ്ടിരുന്നു കഥയില്, കർഷകനെ കണ്ടപ്പോഴും
അതുപോലെ ആ ബുദ്ധനെ കണ്ടപ്പോഴും ബുദ്ധൻ എന്താണ് അവരെ നോക്കിയൊന്ന് ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു പുഞ്ചിരിച്ചു എന്നുള്ളത്. അപ്പൊ അതും അവരും തിരിച്ച് പുഞ്ചിരിച്ചു. അപ്പൊ അത് ഒരു തിരിച്ചറിവിന്റെ ഒരു പുഞ്ചിരിയാണ്. കാരണം വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത്, ലൈഫ് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരുപാട് സുഖങ്ങളും ഉണ്ടാവും ദുഃഖങ്ങളും ഉണ്ടാവും, ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. അപ്പൊ ആ ഒരു തിരിച്ചറിവിന്റെ ആ ഒരു പുഞ്ചിരി, അപ്പൊ അവരുടെ ആ ഒരു തിരിച്ചറിവ് എന്താണ് മറ്റുള്ളവർക്കൊരു എന്താണ് ഒരു ഇത് കൊടുക്കാണ്. അതാണ് അവര് ആ ഒരു ചിരിയുടെ, അവര് തമ്മിൽ ഇങ്ങനെ ആ ഒരു ചിരിച്ചതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതൊരു പാഠമായിട്ട് എടുത്ത് അത് ആ ഒരു പാഠത്തിൽ നിന്നൊരു ഇത് ഉൾക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കരുണയോട് കൂടിയിട്ട് പെരുമാറാന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയുടെ വേറൊരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള പ്രധാനമായിട്ടുള്ള മെസ്സേജുകൾ ഇതാണ്. ഈ 2 മൈൽ തിയറി എപ്പോഴും ഓർക്കുക. വലിയൊരു ടാസ്കോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിക്കാനുള്ളതാണ്. അപ്പൊ ഇന്ന് നാളെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇന്ന് രാത്രി തീരുമാനിക്കുക. ആ മൊത്തം കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നമ്മുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം കളയാണ്ട് നമ്മൾ വിചാരിക്കുക, നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു 2 മൈൽ ചെയ്യും, ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യും എന്നുള്ളത് തീരുമാനിക്കുക. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റോറിയാണ് ബുദ്ധന്റെയും ശിഷ്യന്റെയും സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സ്റ്റോറി പറയാം. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. ഒരു മെസ്സേജ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതെ, ഇതില് ഈ ഒരു സ്റ്റോറിയില് നമുക്ക് പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇത് തെളിയിക്കുന്ന ഒരു കഥയാണല്ലോ അല്ലെ ഇത്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അതെ പ്രതീക്ഷ ഉണ്ടാവും, നമ്മൾ എവിടെയും തകർന്നു പോയിട്ടില്ല, നമ്മുടെ മുമ്പിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ ഞാൻ പൂർണ്ണമായി നശിച്ചുപോയി, അല്ല എനിക്കിനി ആരും സഹായത്തിനില്ല എന്നുള്ള ആ ഒരു തോട്ടൊക്കെ വരും. ഇങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരാൾക്കൊരു പ്രതീക്ഷ നൽകാൻ ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ വലിയൊരു സംഭവം അവരുടെ ജീവിതത്തിലുണ്ടാവും. മുമ്പ് പലതവണ നമ്മളെ ഈ ഒരു ഇമ്പിൾ അക്കാദമി ഞങ്ങൾ പ്ലാറ്റ്ഫോം തുടങ്ങിയ സമയത്തും പല ആൾക്കാർക്കും ഈ ഒരു ക്ലാസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫൈസൽ സാറൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും സാറ് തന്ന ഒരു മോട്ടിവേഷൻ ആണ് എന്നെ ഈ ഒരു ലൈഫിലേക്ക് എത്തിച്ചത്. കാരണം അവർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ക്ലാസ് എടുക്കണം എന്നുള്ളത് അവർക്ക് കഴിയുന്നില്ല. അപ്പൊ ബാക്കപ്പിനായിട്ട് ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മോട്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്, നല്ലൊരു കഥയായിരുന്നു, ഒരു നോളജബിൾ ആണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. സാർ പറഞ്ഞതുപോലെ ഫൈസൽ സാറിന്റെ മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ അതിനൊരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പൊ സാർ സ്ക്രീൻ കാണുന്നില്ല എല്ലാവരും? ഞാനിപ്പോ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ സ്ക്രീൻ? ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? കാണുന്നില്ല സ്ക്രീനായി ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് ബ്ലാങ്ക് ആണ്. ആണോ? അതെ, ബ്ലാങ്ക് ആണ്. ഒരു സെക്കൻഡ്.
ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടോ സ്ക്രീൻ? ഹലോ, കേൾക്കുന്നില്ല സാർ? ഓ ഒന്നും വന്നിട്ടില്ല മാം. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്, വന്നു. ആ, ഇതാരാന്നറിയോ ആർക്കെങ്കിലും? ആ സൈക്കിള് നിക്കണ പയ്യൻ ആരാന്നറിയോ? ഇല്ല, അപ്പൊ കണ്ട് പരിചയമില്ല. Okay. അപ്പോ അടുത്ത ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, ഒരു അധോലോകമായ മുംബൈയിൽ നടന്നിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ആ സ്റ്റോറിക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മളുടെ ആ ഒരു ചിത്രത്തിൽ കാണുന്ന ഒരു സൈക്കിളായിട്ട് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ആളുടെ പേര് വികാസ് റായി എന്നാണ് പേര്. അപ്പൊ 1970കളുടെ ഒരു തുടക്കം. അപ്പൊ ഈ പാട്നയിലായിരുന്നു വികാസ് റായി, 20 വയസ്സുകാരനായ ഒരു വികാസ് റായി താമസിച്ചിരുന്നത് പാട്നയിലായിരുന്നു. അങ്ങനെ ആളുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ആളുടെ അടുത്തൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അതിലൊരു വലിയൊരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ചായ വിൽക്കലായിരുന്നു ഈ വികാസ് റായിയുടെ ജോലി. അപ്പൊ അതിന്റെ കൂടെ തന്നെ അമ്മ ഉണ്ടാക്കി കൊടുക്കണ പലഹാരങ്ങളൊക്കെ ആയിട്ട് ഈ വികാസ് റായി എന്ന് പറഞ്ഞിട്ടുള്ള ആള് രാവിലെ തന്നെ ഇറങ്ങും. ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ചായയായിട്ട് ഇറങ്ങും ഈ ഫ്ലാസ്കില്. അത് കഴിഞ്ഞ് പകലന്തിയോളം സൈക്കിൾ ചവിട്ടിയിട്ട് വൈകുന്നേരമായിട്ട് വരുന്ന കിട്ടുന്ന ആ ഒരു തുച്ഛമായിട്ടുള്ള ആ ഒരു പൈസ കൊണ്ടാണ് അവരുടെ ആ ഒരു കുടുംബം ജീവിച്ചിരുന്നത്. അപ്പൊ അവർക്കൊരു വിശപ്പ് മാറ്റാൻ പോലുള്ള ആ ഒരു പൈസ ആൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വികാസ് റായിക്ക് അനിയത്തിമാരുണ്ട്. അപ്പൊ അനിയത്തിമാരുടെ കരച്ചിലും വിശപ്പും ഒക്കെ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോ ഒരു ദിവസം വികാസ് റായി വിചാരിക്കുകയാണ് ബോംബെയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും നല്ല ജോലികളൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കണം. ഈ ചായയുടെ കച്ചവടം തന്നെ അവിടെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വികാസ് റായി സ്വപ്നങ്ങളുടെ നഗരമായിട്ടുള്ള ആ ഒരു ബോംബെയിലേക്ക് പോകണം. പക്ഷെ ബോംബെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നഗരം വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവിടെ ശരിക്കും ചെന്നപ്പോ ഭയങ്കര ഒറ്റപ്പെടലാണ് വികാസ് റായിക്ക് ഉണ്ടായിരുന്നത്. അപ്പോ അവിടാന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കൂട്ടത്തിലുള്ള ആ ഒരു ഒറ്റപ്പെടലും, അതുപോലെ തന്നെ ഈ പാട്നയില് ആ ചായക്ക് ഉണ്ടായിരുന്ന ചായയുടെ രുചി അവിടെ ചെന്നപ്പോഴൊന്നും അതിന് ആരാധകരുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഭാഷ അറിയാത്തതിന്റെ പരിഹാസവും വിശപ്പിന്റെ വിളികളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രതീക്ഷിച്ചത് പോലെ ആയിരുന്നില്ല. ബോംബെയിൽ ചെന്നപ്പോ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാ വഴികളും അടഞ്ഞെന്നുള്ള ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഒരു വൈകുന്നേരത്തിൽ ഇങ്ങനെ തെരുവിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ തെരുവ് ഭയങ്കര നിശ്ചലാവും. അപ്പൊ ആൾക്കാരൊക്കെ ഭയങ്കര പേടിയോടെയും ബഹുമാനത്തോടെയൊക്കെ വഴിമാറുകയാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വെളുത്ത ഒരു കാറിൽ നിന്ന് ഒരു നല്ല തൂവെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ചിട്ട് ആചാനബാഹുവായിട്ടുള്ള ഒരാള് ഇറങ്ങുകയാണ്. അത് ഹാജി മസ്താൻ ആയിരുന്നു. ഹാജി മസ്താൻ എന്ന് പറയുന്നത് ബോംബെയുടെ നിഴലോകത്തെ ഒരു ചക്രവർത്തിയായിരുന്നു. അപ്പോ ഈ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതിന്റെ ഇടയിൽ ഈ വികാസിന്റെ ആ ഒരു ദയനീയമായിട്ടുള്ള മുഖം ഈ മസ്താന്റെ ശ്രദ്ധയിൽപ്പെടണം. അപ്പൊ ആള് ചോദിക്കണം ക്യാ ഹുവാ, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അപ്പൊ ഭയങ്കര വിറയ്ക്കുന്ന ഒരു ശബ്ദത്തിൽ, എല്ലാവരും പേടിക്കുന്ന ഒരു വ്യക്തിയാണ്, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു പേടിക്കുന്ന ഒരു ശബ്ദത്തില് വികാസ് അവന്റെ ജീവിതം മുഴുവൻ പറയുന്നു. പാട്നയിൽ ഉണ്ടായ ദാരിദ്ര്യം മുതൽ ബോംബെയിൽ വന്നിട്ടുള്ള ആ ഒരു പട്ടിണി വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയണം. അപ്പോ ഹാജി മസ്താൻ എന്ത് ചെയ്യും, ആളുടെ സഹായിയോട് പറയണ ഒരു 2000 രൂപ എടുക്കാൻ പറയണം. അങ്ങനെ ഈ ഒരു 2000 രൂപയുടെ ഒരു നോട്ട് കേട്ട് ഈ വികാസിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഹാജി മസ്താൻ പറയണ, മോനെ നീ പോയിട്ട് ബെണ്ടി ബസാറിൽ പോയിട്ട് നല്ലൊരു ഹോട്ടല് തുടങ്ങാം, ആൾക്കാർക്ക് നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോ വികാസിന് ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ഈ 2000 രൂപ എന്നൊക്കെ പറയുന്നത് എന്താണ്, വലിയൊരു തുകയാണല്ലേ. അപ്പോ എന്നിട്ട് ഹാജി മസ്താൻ വികാസിന്റെ കണ്ണുകളിൽ നോക്കിയിട്ട് പറയുന്നത്, ഞാൻ ഒരു ദിവസം നിന്റെ ഹോട്ടലിൽ വരും, എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോ വേണമെങ്കിലും വരാം. പക്ഷെ ഞാൻ വരുമ്പോ നിന്റെ ഹോട്ടല് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നീ രാജാവിനെ പോലെ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടാവണം. അതുപോലെ നിനക്ക് താഴെ പണിക്കാര് വേണം. ഏറ്റവും പ്രധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ കടയിൽ കാല് കുത്താൻ പോലും ഇടയില്ലാത്ത പോലത്തെ നല്ല തിരക്കായിരിക്കണം. ഞാൻ എന്തായാലും വരിയന്നത് ചെയ്യുമെന്ന് പറയും. അപ്പോ ഇതൊക്കെ കണ്ടിട്ട് ആകെ സ്തംഭിച്ച് നിൽക്കണം വികാസ് റായി. അവർ കയ്യിൽ പൈസ കൊടുത്തതും അദ്ദേഹത്തിന്റെ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട്. അങ്ങനെ പിന്നെ ആ ഒരു വെളുത്ത കാറ് മറയുന്നത് വരെ അവൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കണം.
അപ്പൊ ഈ ഹാജി മസ്താന്റെ വാക്കുകള് അവൻ എന്താണ്, അവൻ ശരിക്കും അത് ഉൾക്കൊള്ളാണ്. ഹാജി മസ്താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാണ്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് വികാസ് റായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതം മാറി മറിയുന്നതാണ്. വികാസ് ഭോജനാലയം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കടയൊക്കെ തുടങ്ങണം. പക്ഷെ അതൊരു സാധാരണ കടയായിരുന്നില്ല. ഓരോ ദിവസവും വികാസ് റായുടെ പ്രതീക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഹാജി മസ്താൻ അവിടെ വരുന്നുള്ള ഹാജിനെ കാത്തിരുന്നിട്ടായിരുന്നു അവിടെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പുലർച്ചെ എഴുന്നേറ്റിട്ട് തറകളൊക്കെ വൃത്തിയാക്കും, നല്ല ക്ലീൻ ആക്കി ഇടും ഹോട്ടല്. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വെട്ടി തിളങ്ങണവരെ കഴുകി വെക്കും. കീറിയ ഷർട്ടൊക്കെ മാറ്റിയിട്ട് നല്ല ഷർട്ടും പാൻറ്റൊക്കെ ധരിക്കും. അങ്ങനെ കടയിൽ വരുന്ന ആൾക്കാരൊക്കെ രാജാവിനെ പോലെ സ്വീകരിക്കും. കാരണം ഇന്നെങ്ങാനും ഹാജി മസ്താൻ വന്നാലോ എന്നുള്ള ഒരു ചിന്തയാണ് അവനെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു ചിന്ത അവനെ ആ ഹോട്ടലിനെ ആ തെരുവിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഹോട്ടലാക്കി മാറ്റണം. അങ്ങനെ കാലങ്ങളൊക്കെ കടന്നുപോയി. പക്ഷെ ആ ഒരു ചെറിയ ഹോട്ടല് വളർന്നിട്ട് വലിയൊരു റെസ്റ്റോറന്റ് ആവണ്. 2 ജോലിക്കാരെന്നുള്ളത് 10 എന്നുള്ളത് 100. അങ്ങനെ വികാസ് റായ് ബോംബെയിലെ തന്നെ അറിയപ്പെട്ടൊരു കോടീശ്വരനായിട്ട് മാറണം. പക്ഷേ ഹാജി മസ്താൻ വന്നില്ല. എല്ലാ ദിവസവും ഹാജി മസ്താൻ വരുന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കും, എല്ലാം പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. പക്ഷേ ഹാജി മസ്താൻ വന്നില്ല. അങ്ങനെ 1994 ഈ ഹാജി മസ്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോഴാണ് വികാസിന് ആ സത്യം മനസ്സിലായത്. അന്ന് ആ തെരുവിൽ വെച്ച് മസ്താൻ തന്നത് 2000 രൂപയായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനേജ്മെന്റ് പാഠമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരും എന്നുള്ള ആ ഒരു വാക്ക്, അതാണ് അവനെ കൊണ്ട് എല്ലാ ദിവസവും ജാഗ്രതയോട് കൂടിയിട്ട് പണിയെടുപ്പിച്ചത്. വൃത്തി വേണമെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയുടെ ഒരു പാഠായിരുന്നു അല്ലേ. അതേപോലെ നല്ല വസ്ത്രം എന്ന് പറയുന്നത് പ്രൊഫഷണലിസത്തിന്റെ ഒരു പാഠായിരുന്നു. തിരക്കുണ്ടായിരിക്കും കടയിൽ, നല്ല കാല് കുത്താൻ പോലും പറ്റാത്ത വിധത്തിലുള്ള തിരക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് കസ്റ്റമർ സർവീസിന്റെ ഒരു പാഠായിരുന്നു. അപ്പൊ മസ്താൻ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ദിവസത്തേക്ക് മാത്രം ചിലപ്പോൾ ആ കട വൃത്തിയാക്കി വെച്ചായിരുന്നു. പക്ഷെ ഏത് നിമിഷം വരാനുള്ള ഒരു പ്രതീക്ഷയാണ് വികാസിനെ ആ ഒരു വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചത്. അങ്ങനെ പാട്നയില് സൈക്കിളില് ചായ വിറ്റ് നടന്നിരുന്ന വികാസ് റായ് എന്നുള്ളത് പിന്നെ എന്തായി മാറും, ബോംബെയിൽ ഒരു വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് മാറാണ്, കോടീശ്വരനായിട്ട് മാറിയത് ആ ഒരു പാലിക്കപ്പെടാത്ത ആ ഒരു ഒറ്റ വാഗ്ദാനത്തിന്റെ കരുത്തിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും ഫൈനലാണ്. ട്രീറ്റ് എവറി ഡേ ആസ് ദ ബിഗ് ഡേ. മസ്താൻ എപ്പോ വരുമെന്ന് വികാസ് റായ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഓരോ ദിവസവും അയാൾക്ക് ആ ഒരു വലിയ ദിവസമായിരുന്നു. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ വിജയിക്കുന്ന മനുഷ്യര് അവസരം വരുന്ന ദിവസത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും അവസരം മുന്നിലുണ്ടെന്ന് കരുതി ജീവിക്കുന്നവരാണ്. അവസരം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കല്ല, ഓരോ ദിവസവും അവസരം മുന്നിലുണ്ടെന്ന് കരുതി ജീവിക്കുന്നവരാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആരും നോക്കാനില്ലാത്തപ്പോഴും എല്ലാ ദിവസവും ഏറ്റവും മികച്ച ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുന്നിടത്താണ് വിജയം ജനിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വിജയിയെ പോലെ നമ്മൾ എപ്പോഴും പെരുമാറാന്നുള്ളതാണ്. ആക്ട് ലൈക്ക് എ വിന്നർ ബിഫോർ യു വിൻ എന്നുള്ളതാണ്. അപ്പൊ ഈ ദാരിദ്ര്യത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോഴും രാജാവിനെ പോലെ വസ്ത്രം ധരിക്കുന്നത് മസ്താൻ പറഞ്ഞതിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. നമ്മൾ ആരാണോ അതിനനുസരിച്ചല്ല നമ്മൾ പെരുമാറേണ്ടത്. നമ്മൾ ആരാകാനായിട്ട് ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ പെരുമാറേണ്ടതെന്നുള്ളത്. അപ്പൊ നമ്മുടെ വസ്ത്രധാരണവും പെരുമാറ്റവും ചിന്തകളും ഒക്കെ വിജയിച്ച ആളുകളുടേതാകുമ്പോൾ സാഹചര്യങ്ങൾ അതിനകത്ത് ഉയർന്നു വരും. അങ്ങനെ നമ്മളുടെ വിജയം പുറകെ വരുന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇസ് ദ മാജിക്. സ്ഥിരതയാണല്ലേ. നമ്മൾ എപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ഒക്കെ പറയുന്നതാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ്. അതാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഒരാഴ്ചയോ ഒരു മാസമൊക്കെ അല്ലെങ്കിൽ ഒക്കെ ഒരു ദിവസമൊക്കെ കടയും വീടൊക്കെ വൃത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ആർക്കും പറ്റും. എന്നാൽ വർഷങ്ങളോളം മടുപ്പില്ലാണ്ട് ഒരേ ആവേശത്തോടെയാണ് നമ്മളുടെ കഥയിലെ വികാസ് അത് തുടർന്നത്. അവിടെയാണ് അയാൾ ജയിച്ചെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഒരു ദിവസം ചെയ്യുന്ന വലിയ കാര്യങ്ങളല്ല എന്നുള്ളതാണ്, മറിച്ച്
എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉയരങ്ങളിലേക്കൊക്കെ എത്തിക്കാന്നുള്ളത്. അപ്പൊ നമുക്ക് ഉണ്ടാവേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് തന്നെ എടുക്കാം. മസ്താൻ വിസിറ്റ് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഹാജി മസ്താൻ വരൂ എന്നുള്ള പ്രതീക്ഷ വികാസിനെ മാറ്റിയ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അവസരം നമ്മളെ തേടി വരാൻ പോകുന്നത് ഇന്നാണെന്ന് സങ്കല്പിക്കാം. ആരും നമ്മളെ നോക്കാനില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ജോലിയിലോ പഠനത്തിലാവട്ടെ നമ്മുടെ പെരുമാറ്റത്തിലാവട്ടെ 100% ആത്മാർത്ഥതയിൽ നിലവാരം പുലർത്താന്നുള്ളതാണ്. ഈ ഒരു ജാഗ്രത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാന്നുള്ളതാണ് നമ്മുടെ ജീവിതശൈലി ആയിരിക്കാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറി എനിക്ക് വായിച്ചപ്പോ എനിക്ക് ഇതിലൊരു ഇമ്പാക്ട് ഉണ്ടായിട്ട് ഞാൻ എപ്പോഴും എന്താ പറയാ ആലോചിക്കും. ഇപ്പൊ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ടൊക്കെ ഇങ്ങനെ മടിയായിട്ടൊക്കെ ഇരിക്കൂലേ, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഹാജി മസ്താൻ ആ ഒരു സ്റ്റോറി ഞാൻ ആലോചിക്കും. അപ്പൊ ആരും കാണാണ്ട് ഇല്ലാത്തപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാന്നുള്ളതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ സ്റ്റോറിയിലെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്റ്റോറിനായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു സ്റ്റോറി കൂടിയുണ്ട്. അത് നമ്മളുടെ സ്റ്റീവ് ജോബ്സിന്റെ, ആപ്പിളിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. അത് എഴുതിയത് ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളത് വാൾട്ടർ ഐസക്സൺ എഴുതിയിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ബയോഗ്രഫിന്ന് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതെന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റീവ് ജോബ്സ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സിന്റെ അച്ഛൻ ജോബ്സ് പറയുന്ന നമുക്കൊരു വേലി കെട്ടാന്ന് പറയും. മരത്തോണ്ടുള്ള ഒരു ഫെൻസ് കെട്ടാന്ന് പറയും. അങ്ങനെ അച്ഛനും സ്റ്റീവ് ജോബ്സും അച്ഛനും കൂടിയിട്ട് വേലി കെട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ വേലി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വേലി മീൻസ് മരത്തിന്റെ വേലി, അപ്പൊ അതുമ്പോ പെയിന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ നല്ല ഭംഗിയൊക്കെ ആക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിറകുവശം ഭംഗിയാക്കുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സ് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് ഇപ്പൊ പുറകുവശമൊക്കെ അത്ര വലിയ മിനുസപ്പെടുത്തുന്നതും ഭംഗിയാക്കണതും, അതാരും കാണൂലല്ലോ, അതിങ്ങനെ കാട്ടിക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗമല്ലേ, പിന്നെ അത് ഇത്ര നല്ല ഭംഗിയിൽ ഇടേണ്ട കാര്യമില്ലല്ലോ എന്ന് സ്റ്റീവ് ജോബ്സ് ചോദിക്കുന്നു. അപ്പൊ അച്ഛൻ മറുപടി പറയണ്, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മളത് അറിയുന്നുണ്ടല്ലോ എന്ന് പറയണം. അതായത് ആ ഒരു വേലിയുടെ ഭാഗം വേറെ ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയണം. അപ്പോ അത് നമുക്കറിയാലോ അവിടെ അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്ത ജോലിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആരും കാണാത്ത ആ വേലിയുടെ പുറകുഭാഗം നമ്മൾ എന്തായിരിക്കണം, വൃത്തിയിൽ തന്നെ ഇടണം എന്ന് പറയണം. അപ്പൊ ഈ വാക്കുകൾ സ്റ്റീവ് ജോബ്സിന് ശരിക്കും അത് ഉൾക്കൊള്ളാണ്. അങ്ങനെയാണ് എന്താണ് പറയുക, നമ്മളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനി ആയിട്ടുള്ള ആപ്പിളിന്റെ ഫൗണ്ടർ ആയിട്ട് സ്റ്റീവ് ജോബ്സ് മാറുന്നത്. അങ്ങനെ നമ്മുടെ ആപ്പിളിന്റെ ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിന്റെ പേര് അറിയോ? ഫസ്റ്റ് കമ്പ്യൂട്ടർ അതെ, മാക്കിൻടോഷ്. അപ്പൊ ആ ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സ് എഞ്ചിനീയേഴ്സിനോടൊക്കെ പറയുകയാണ്, അതിന്റെ ഉള്ളിലൊക്കെ സർക്യൂട്ട് ബോർഡുകളൊക്കെ നല്ല അടിപൊളിയായിരിക്കണം, നല്ല ക്വാളിറ്റിയിലുള്ള സർക്യൂട്ട് ബോർഡുകളൊക്കെ വെക്കണം, കാണാൻ നല്ല ഭംഗിയായിരിക്കണം എന്ന് എഞ്ചിനീയേഴ്സിനോട് പറയുന്നു. അപ്പൊ അത് അച്ഛൻ പറഞ്ഞ ആ ഒരു പാഠം ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്. അതായത് കാണാത്ത വശങ്ങളും നല്ല ഭംഗിയാക്കി വെക്കണം എന്നുള്ള ആ ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ എഞ്ചിനീയേഴ്സ് പറയുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ, നമ്മൾ എന്തിനാണ് ഇപ്പൊ അവിടെ നല്ല ഇത്ര ഭംഗിയിൽ ക്വാളിറ്റിയിൽ ഇത്ര നല്ല ഇതിലൊക്കെ ഭംഗിയിൽ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ സ്റ്റീവ് ജോബ്സ് പറയുന്നത്, പക്ഷെ അത് എനിക്കറിയാലോ, അവിടെ അത് ഉണ്ടെന്നുള്ള കാര്യം വേറെ ആരും കണ്ടില്ലെങ്കിലും എനിക്കറിയാലോ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്, അത് ഹാജി മസ്താന്റെ സ്റ്റോറിന്നും വികാസിന്റെ സ്റ്റോറിന്നും സ്റ്റീവ് ജോബ്സിന്റെ സ്റ്റോറിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ആരും ഇല്ലാത്തപ്പോഴും നമ്മൾ എങ്ങനെ പെരുമാറുന്നു അതാണ് നമ്മുടെ റിയൽ സ്വഭാവം എന്നുള്ളതാണ്, യഥാർത്ഥ സ്വഭാവം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്വയം ബഹുമാനിക്കുക, സെൽഫ് റെസ്പെക്ട് ഉണ്ടാവാന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് ചെയ്യാം, ജെന്യുവിൻ ആയിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സെൽഫ് റെസ്പെക്ട്. അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂടണം എന്നുണ്ടെങ്കിൽ ആരും കാണാത്ത ആ ഒരു വേലിയുടെ പിൻഭാഗം നമ്മൾ നന്നായിട്ട് വെക്കാന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഒരു മരപ്പണിക്കാരൻ ഒരു അലമാര പണിയുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അത് പണിയുന്ന സമയത്ത് എല്ലായിടത്തും ഒരേപോലത്തെ മരമാണല്ലോ ഉപയോഗിക്കലാണ്ട് പിൻഭാഗത്ത് ചുമരിനോട് ചാരിയാണ് നിൽക്കുന്നത്, അതാരും കാണൂലെന്ന് വെച്ചിട്ട്
ക്വാളിറ്റി ഇല്ലാത്ത മരമൊന്നും വെക്കൂലല്ലോ. അതേപോലെ തന്നെ എന്താണ് എല്ലാം നമ്മൾ ചെയ്യുക, സ്വയം ബഹുമാനിക്കുക. അപ്പോഴാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം നമുക്ക് കൂട്ടുക. അതായത് നമ്മൾ സ്വയം നമുക്ക് എന്താ പറയാ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത്. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തണം, അല്ലാതെ മറ്റുള്ളവരുടെ സാറ്റിസ്ഫാക്ഷൻ അതല്ല, നമ്മൾ സ്വയം എന്താണ് നമ്മളെ കുറിച്ച് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും നമുക്ക് ഉറങ്ങാൻ പറ്റാന്നുള്ളതാണ്. അപ്പൊ ആരും കാണാനില്ലെങ്കിലും നമ്മൾ പെരുമാറുന്ന ഈ ഒരു രീതിക്ക് സൈക്കോളജിയിൽ ഒരു പേരുണ്ട്, അത് അറിയോ? അതായത് നമ്മളിപ്പോ ആരും കാണാനില്ല, അപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയില് ക്വാളിറ്റിയില് ജെനുവിൻ ആയിട്ട് ചെയ്യുന്നതിന് സൈക്കോളജിയിൽ ഒരു പേരാണ് ഹോത്തോൺ ഇഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ 1920കളിൽ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫാക്ടറിയിൽ എന്താണ് ജോലിക്കാരെ കൊണ്ട് ഇങ്ങനെ വിശ്വസിപ്പിക്കുകയാണ്, ഇവിടെ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്, നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു ഇത് ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഫാക്ടറിയിലെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടണം. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലെ, നമ്മൾ ആരെങ്കിലും കാണാനുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യം ഭയങ്കര ഭംഗിയായിട്ട് ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾ പലപ്പോഴും എന്താ പറയാ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ ഈ പറഞ്ഞ കോഴ്സൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഒരു മെന്ററുടെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോഴാണ്, നമ്മൾ ഒരാൾ നോക്കാനുണ്ട്, ഒരു മെന്റർ ഉണ്ട്, ശ്രദ്ധിക്കാനുണ്ട്, അവർ ചോദിക്കുന്നു പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യം നല്ല ഭംഗിയായിട്ട് ചെയ്യാന്. അപ്പൊ ആരും നോക്കാനില്ല, എപ്പോഴും നമ്മൾക്കൊരു ഒരു ഹോത്തോൺ ഇഫക്റ്റ് ആണ് ഉണ്ടാവേണ്ടത്. ആരും നമ്മളെ കാണാനില്ലെങ്കിലും നമ്മൾ പെരുമാറുന്ന ഈ രീതി നല്ല നമ്മൾ ക്വാളിറ്റിയിൽ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക, അതിന് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കുക നമ്മളുടെ ലൈഫ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സിനിമയാണ്, അതെല്ലാവരും ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ബെസ്റ്റ് അഭിനയിക്കും. അതേപോലെ തന്നെ നമ്മളുടെ പെർഫോമൻസ് ലെവലൊക്കെ മാറും അല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണുണ്ടെന്നും കൂടെ വിചാരിക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സ്റ്റോറി ആലോചിച്ചുകൊണ്ട് ജീവിക്കാന്നുള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ സ്റ്റോറി പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ആയിരുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സ്റ്റോറിയും കൂടി ഉണ്ട്, ഇതില് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്നാ നമുക്ക് ലാസ്റ്റ് പറയാല്ലേ ഫീഡ്ബാക്ക്. ഇനി മൂന്നാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഞാനിപ്പോ അടുത്ത് വാങ്ങിച്ചൊരു ബുക്കാണ്. ഒരു 2 ആഴ്ച കൂടുതലായി തോന്നുന്നുണ്ട് വാങ്ങിച്ചൊരു ബുക്കിൽ നിന്നുള്ള ഒരു സ്റ്റോറിയാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയും. നെപ്പോളിയൻ എഴുതിയിട്ടുള്ള തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നായിട്ടുള്ള ഒരു ബുക്കിൽ നിന്നുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വായനയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് തീരെ വായിക്കൂല എന്നല്ല, കുറച്ച് ബുക്കുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ഇത് കുറെ നാളെത്തിയിട്ട് ഒരു ബുക്ക് കുറെ നാളെ ബുക്കുകളൊന്നും വാങ്ങിക്കാറില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മര്യാദക്ക് വായിക്കണില്ല. എന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഒരു മൂഡിന് വായിക്കാനിരിക്കുമ്പോ അങ്ങോട്ട് കുറെ നേരം അങ്ങോട്ട് ഇരുന്ന് കുറെ അങ്ങോട്ട് വായിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ബുക്ക് അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ചിലപ്പോ 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും അതിന്റെ ബാക്കി വായിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ പുതിയ ബുക്കുകളൊന്നും വാങ്ങിക്കാൻ നിന്നിരുന്നില്ല. കുറെ നാളായിട്ട് ബുക്കുകളൊന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ഉള്ള ബുക്കുകൾ തന്നെ വായിക്കാൻ തിരിച്ചു. ഉള്ള ബുക്കുകൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഓരോ പ്രാവശ്യം നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ, ഇങ്ങനെ പുതിയ തോട്ടുകളും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അതും ഇല്ലാണ്ടായി, പഴയ ബുക്കുകളൊക്കെ എടുത്തു വെച്ചിട്ട് അത് വായിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിയപ്പോ എന്തെങ്കിലും ഒരു പുതിയ ബുക്ക് വാങ്ങിക്കാൻ തന്നെ വിചാരിച്ചിട്ട് അങ്ങനെ യൂട്യൂബിൽ ഈ ഒരു ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള ഒരു ബുക്ക്. അപ്പൊ യൂട്യൂബിൽ അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോ നല്ല ബുക്കാണെന്ന് കണ്ടു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 10 ബെസ്റ്റ് സെല്ലറുകളിൽ ഒരു ബുക്കാണ് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് എങ്ങനെ റിച്ച് ആവാം, പണക്കാരനാവാനുള്ള ഒരു ബുക്കാണിത്. ഇത് ശരിക്കും 1930കളില്
അതായത് മാന്ദ്യം ഉണ്ടായിരുന്ന സമയത്ത് ലോകമഹായുദ്ധങ്ങളൊക്കെ ആസന്നായിട്ടുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. ഒത്തിരി ഒരുപാട് പേർക്ക് ലൈഫിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രതീക്ഷയും ആശ്വാസമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കായിരുന്നാണ് പറയുന്നത്. ഞാനിതിന്റെ കുറച്ച് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബുക്കിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് ചാപ്റ്റർ, ഇതിന്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചിന്തയുടെ ശക്തി എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഉള്ളൊരു സ്റ്റോറിയാണ് ഞാൻ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകള് എന്താണ് വസ്തുക്കളാണെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പറയുന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്വിൻ ബാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവിന്റെ ഒരു കഥയാണ് ഈ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഈ എഡ്വിൻ സി ബാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ലോക പ്രശസ്തനായിട്ടുള്ള ചെറിയൊരു ആഗ്രഹം ഒന്നും ആയിരുന്നില്ല കേട്ടാ. ഈ എഡ്വിൻ സി ബാൻസ് എന്ന് പറയുന്ന ആള് ഭയങ്കര ദരിദ്രത്തിലൂടെ ജീവിച്ചു വന്നൊരു 10 പൈസ പോലും കയ്യിലെടുക്കാനില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, അല്ലെങ്കിൽ വേറെ സ്വാധീനങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയാ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസന്റെ ഒരു പങ്കാളിയാവുക, ഒരു പാർട്ട്ണർ ആവുക. ആളുടെ കീഴിലുള്ള ജോലിക്കാരനാവാന്നുള്ളതായിരുന്നില്ല ആഗ്രഹം, എഡിസന്റെ ഒരു പങ്കാളിയാവാന്നുള്ളതായിരുന്നു നമ്മളുടെ എഡ്വിൻ സി ബാൻസിന്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഇത് ഒരൊറ്റ പ്രാവശ്യമല്ല ഈ ഒരു ചിന്ത ആൾക്ക് വന്നത്. സാവധാനത്തിൽ കുറച്ചായിട്ട് എഡിസന്റെ വ്യാപാര പങ്കാളിയാവുക എന്നുള്ള ഒരു ലക്ഷ്യം അത് തുടക്കിട്ടിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെ ബാൻസ് എന്ത് ചെയ്യണം, ഈ ആഗ്രഹം ഭയങ്കരമായിട്ട് ഈ ഒരു ആഗ്രഹം വന്നപ്പോ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം. അപ്പൊ എഡിസന്റെ പങ്കാളിയാവണം. അതാണ് ബാൻസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ബാൻസിന് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ന്യൂജേഴ്സിയിലേക്ക് പോണം, എഡിസനെ കാണാൻ. എഡിസന്റെ ലാബിൽ എത്തണമെന്നുണ്ടെങ്കിൽ ന്യൂജേഴ്സിയിലേക്ക് പോകണം. അവിടേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് പോലും ബാൻസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് സാധാരണ നമ്മളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഇതുപോലെ ഒന്നും കയ്യിലില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് ചെയ്യാം. പക്ഷെ ഇവിടെ ബാൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരക്ക് വണ്ടിയിൽ ന്യൂജേഴ്സിയിൽ എത്താണ്. അങ്ങനെ എഡിസന്റെ ആ ഒരു ലാബിലേക്ക് എത്തിച്ചേരാണ്. അങ്ങനെ അവിടെ വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എഡിസന്റെ ബിസിനസ് പാർട്ട്ണർ ആവാനാണ്. അപ്പൊ അവിടെയുള്ള എല്ലാവരും കാണുമ്പോൾ കളിയാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ കീറി പറഞ്ഞ വേഷം അതുപോലെ ഒന്നുമില്ല, എന്നിട്ട് എഡിസന്റെ പാർട്ട്ണർ ആവാൻ വന്നേക്കുന്നുള്ള രീതിയിൽ കളിയാക്കും. പക്ഷെ എഡിസൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എഡിസൺ എന്ന് പറയുന്നത് ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുള്ളത്, ഒരുപാട് നോളേജ് ഉള്ള ആളാണല്ലേ. അപ്പൊ ആള് എന്താണ് ഒരു ശരിക്കും പറഞ്ഞ ഒരു നാടോടിയുടെ പോലെയാണ് നമ്മളുടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോ ആദ്യം കണ്ടപ്പോ തന്നെ എന്താ പറയാ, ഒന്നുമില്ലെങ്കിലും ആളുടെ കണ്ണുകളിൽ ഞാൻ എന്തൊക്കെയോ നേടിയിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്നുള്ള ആ ഒരു ഇത് എഡിസൺ ബാൻസിന്റെ ആ ഒരു കണ്ണുകളിൽ കാണണം. അപ്പൊ എഡിസൺ വിചാരിക്കണം എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു തറ തുടയ്ക്കാനായിട്ടുള്ള ഒരു ജോലി ബാൻസിന് കൊടുക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു തറ തുടയ്ക്കുന്ന ജോലി സന്തോഷത്തോടു കൂടി ബാൻസ് സ്വീകരിക്കണം. അപ്പൊ എഡിസന്റെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളമൊക്കെയാണ് ബാൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയാ, തറ തുടയ്ക്കാന്നുള്ള ഏറ്റവും താഴെയിൽ ഉള്ള ഒരു താഴെന്ന് പറയില്ല, അതിന് ഇതാക്കല്ല, ആളുടെ ആഗ്രഹം ബിസിനസ് പാർട്ട്ണർ ആവാനാണ്. പക്ഷെ അപ്പൊ കിട്ടിയ ജോലി എന്ന് പറയുന്നത് തറ തുടയ്ക്കാന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ശരി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ എന്നിട്ടും ആ ഒരു ആഗ്രഹം കൈവെടിയണില്ല, അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. ഞാൻ എഡിസന്റെ വ്യാപാര പങ്കാളിയാവുന്നുള്ള ആ ഒരു ഉറച്ച ഇതിൽ ബാൻസ് നിൽക്കണം. അപ്പൊ ഒരാൾ എന്തെങ്കിലും നേടാനായിട്ട് പൂർണ്ണമായിട്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് നേടാൻ ഇച്ഛിച്ചോ അത് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ എഡിസന്റെ വ്യാപാര പങ്കാളിയാവാനായിട്ട് ബാൻസ് തയ്യാറായിട്ടുണ്ടായി. അതിലുപരി താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ അത് കിട്ടുന്നത് വരെ ഇതിന് തയ്യാറായിട്ട് തന്നെ ഇരിക്കും എന്നുള്ള ആ ഒരു ഒരുക്കം ആൾക്ക് ഉണ്ടായി. പക്ഷെ ആൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് കുറെ വർഷങ്ങളോളം തറ തുടയ്ക്കുന്ന ആ ഒരു ജോലിയിലാണ് ബാൻസ് അവിടെ നിന്നിരുന്നത്. അപ്പൊ എനിക്ക് ഇത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്യാമെന്നൊന്നും വിചാരിക്കുന്നതിന് പകരം ആളുടെ ആ ഒരു ഉറച്ച വിശ്വാസത്തില് അവിടെ നിൽക്കണം. അങ്ങനെ പിന്നെ എന്താ പറയാ, അവസരം എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് നമുക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോഴും നമ്മള് എന്താ പറയാ ഒരുപാട് പരാജയങ്ങളുടെ നടുക്ക് നിൽക്കുന്ന സമയത്തായിരിക്കും
അവസരം പിൻവാതിലിലൂടെ വരുന്നൊക്കെ പറയൂലേ. ആരെങ്കിലും ചിലപ്പോഴും നമ്മൾക്ക് എടുത്ത് ചിലപ്പോൾ ഒരു നിർഭാഗ്യത്തിന്റെ വേഷം അണിഞ്ഞിട്ടായിരിക്കും, പരാജയത്തിന്റെ വേഷം അണിഞ്ഞിട്ടായിരിക്കും, താൽക്കാലികമായിട്ടുള്ള പരാജയങ്ങളുടെ ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് അവസരങ്ങളൊക്കെ കിട്ടാറുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് എഡിസൺ ഒരു കണ്ടുപിടുത്തം നടത്തുന്നത്. എഡിഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ഡിറ്റക്ടറി മെഷീൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എഡിസൺ അദ്ദേഹത്തിന്റെ വിൽപ്പനക്കാരോട് പറയുന്നത് ഇത് കൊണ്ടുപോയി ഇത് കണ്ടുപിടിച്ചത് കൊണ്ടുപോയി വെക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് മടിയാവണമെങ്കിൽ ആൾക്കാരെ കുറെ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് ഇതാക്കിയിട്ടൊക്കെ വേണമല്ലോ അത് വിൽക്കണം എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതിനുള്ള മടി കാരണം അധ്വാനം വേണം. അപ്പൊ അതാണ് അവരത് വലിയ താല്പര്യമില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു അവസരം ആര് മുതലാക്കണം? നമ്മളുടെ ബാങ്ക്സ് മുതലാക്കണം. അപ്പൊ അദ്ദേഹം പറയുന്ന എഡിസനോട് ഞാൻ ഇത് വിറ്റരാം, എന്നെ വിശ്വസിക്ക് ഞാൻ ഇത് വിറ്റരാന്ന് പറയുന്നു. അങ്ങനെ എഡിസൺ ഇത് വിൽപ്പന ബാങ്ക്സിനെ ഏൽപ്പിക്കുകയാണ്. അത് ബാങ്ക്സ് എന്താ പറയാ ലോകത്ത് എല്ലായിടത്തും ഇതിന്റെ വിൽപ്പന നടത്തുന്നത്. അത് വലിയൊരു വിജയമായിട്ട് മാറണം. അങ്ങനെ എഡിസൺ എന്താണ് രാജ്യം മൊത്തം വിൽക്കാനുള്ള ആ ഒരു അവകാശം ബാങ്ക്സിന് കൊടുക്കണം. ഈ ഒരു കൂട്ടുകെട്ടിൽ കൂടെ ഒരു പരസ്യ വാചകം രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എഡിസണാൽ നിർമ്മിക്കപ്പെട്ടത് ബാങ്ക്സിനാൽ പ്രതീക്ഷിക്കപ്പെട്ടതെന്നാണ്. അപ്പോ അങ്ങനെ ഈ ഒരു വ്യാപാര പങ്കാളിത്തത്തില് ബാൺസ് 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബാൺസ് എന്താണ് വലിയൊരു ധനികനായിട്ട് മാറിയെന്നുള്ളതാണ്. അപ്പൊ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല, ബാൺസിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് എന്ത് വേണമെന്ന് അറിയായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് പ്രാവർത്തികമാകുന്നത് വരെ അതിൽ ഉറച്ചു നിൽക്കാന്നുള്ളത് ഒഴിച്ച് വേറൊന്നും ബാൻസിന് ഉണ്ടായിരുന്നില്ല. കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, എവിടെ ഒരു സ്വാധീനം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങി വെക്കാനായിട്ടുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു അതുണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ജയിക്കാനുള്ള ഒരു മനഃശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ ഈ കരുത്തുകളൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാൻസ് അങ്ങനെ എല്ലാ കാലത്തും നമുക്ക് വലിയൊരു ശാസ്ത്രജ്ഞന്റെ ഏറ്റവും അടുത്ത പങ്കാളിയായിട്ട് മാറി എന്നുള്ളതാണ് ഈ ഒരു അപ്പൊ നമ്മുടെ ചിന്തകളെ നമുക്ക് വസ്തുക്കളാക്കി മാറ്റാൻ പറ്റും. അതാണ് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലെ ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത്, ചിന്തകളിലൂടെ വിജയിക്കാന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കഥയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്റ്റോറീസ് ആണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും പറയാം? ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് കൂട്ടിച്ചേർക്കാനൊന്നുമില്ലല്ലോ, ഒരുപാട് കഥകൾ പറഞ്ഞില്ല. ഇനിയിപ്പോ നമ്മളിപ്പോ ഇതിൽ എന്ത് ആഡ് ചെയ്യാനല്ലേ? ഏതായാലും ഒരു 10 കഥകൾ പറയേണ്ട സമയത്ത് ഒരു 4 കഥകൾ പറഞ്ഞു. സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ആദ്യത്തെ ഒരു കഥ പ്രതീക്ഷകൾ ഉണ്ടായിട്ടൊന്നു, പിന്നെ അതേപോലെ എക്സ്പെക്ടേഷന് അതുമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്ത കഥയ്ക്ക് നമുക്കൊരു നോളജ് അവയർനെസ് ആയി. കഥ തന്നെ മറന്നുപോയി, ഇപ്പൊ ഒന്നും നിൽക്കുന്നില്ല. എഴുതി വെച്ച കാര്യങ്ങൾ നോക്കുകയാണ് പേപ്പറിൽ. കാരണം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ടേ അറ്റൻഷൻ പിന്നെ എവിടെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അവസാനത്തെ അപ്പൊ ആ മൊബൈലിലെ അതും പിന്നെ ഐഫോണുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്ണർഷിപ്പിലേക്ക് വന്ന കഥകളൊക്കെ. ഏതായാലും അവതരണ ശൈലി, ഏതായാലും സ്റ്റോറി ടെല്ലിങ്ങിന് ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കഥകൾ കേൾക്കുന്നത്. ഒരു സെഷനിൽ, മാമിന്റെ സെഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ മോർണിംഗ് സർക്കിളിൽ. ക്ലാസ് തന്നെ ആദ്യമായിട്ട് തന്നെയാണ് കേൾക്കുന്നത് തോന്നുന്നു. ഏതായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഇന്നും നല്ലൊരു ദിവസമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കഥകളുമായിട്ട് ആ കഥകളിലൂടെ ആളുകളെ മനസ്സ് പിടിച്ചു നിർത്താൻ പറ്റി എന്നുള്ളതാണ്. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു നിഷ മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഫുൾ മോട്ടിവേഷൻ സ്റ്റോറീസ് വെച്ച് ഈ പ്രഭാതത്തെ എനർജറ്റിക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കഥകളിൽ നിന്നുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അടിപൊളി
ഒരു എനർജി ഫീല് ഈ കഥകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ ഫസ്റ്റ് സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബുദ്ധനും ശിഷ്യനും കൂടിയുള്ള യാത്രയിൽ കിട്ടുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു 2 മൈൽ തിയറി ആണ് അത് അവിടെ ഓർക്കേണ്ടത്. നമ്മൾ വലിയൊരു ടാസ്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെറുതായിട്ട് വിചാരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ചെറിയ ടാസ്കുകളാക്കുക, 2 മൈൽസ് ആക്കുക, ചെറിയ സ്റ്റെപ്പുകളാക്കുക. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് അത് ചെയ്യാന്നുള്ളതാണ്. അത് ഒത്തിരി പേർക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഇത് ചെയ്യാം അല്ലെ. നമ്മ അവർക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ത് ചെയ്യാ, ഇപ്പൊ ഒരു വലിയൊരു ടാസ്ക് കൊടുക്കുന്നതിന് പകരം ജോലിക്കാരോട് കൊടുക്കുക, ഈ ഒരാഴ്ച നമ്മൾ ഇത്രയും ചെയ്താൽ മതി എന്ന് പറയാം. അപ്പൊ അത് അത്രയും ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവർക്ക് അത് ചെയ്യാനായിട്ടുള്ള ഉഷാറും കൂടും, അവരത് ആത്മവിശ്വാസത്തോടെ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു ടാസ്ക് ഒറ്റയടിക്ക് ഏൽപ്പിക്കാണ്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ ടാസ്ക് ഈ ആഴ്ച കൊണ്ട് ചെയ്ത് തീർക്കാന്നുള്ളത് പറയാം. അതുപോലെ ഇപ്പൊ ടീച്ചേഴ്സിനായാലും പാരന്റ്സിനായാലും ഇപ്പൊ പഠിക്കാനായിട്ട് പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് ഒരു ലെസൺ മൊത്തം പഠിക്കാൻ കൊടുക്കുന്നതിന് പകരം കുറച്ച് കൊടുക്കാം. ഒരു പേജ് പഠിക്കുക, ഒരു പേജ് ലെസൺ മൊത്തം വായിക്കാൻ പറയുമ്പോൾ ഒരു പേജ് വായിക്കാൻ പറയും. അല്ലാണ്ട് അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരു 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് പറയാം, നാളെ നീ ഇത് വരും, ഈ 2 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് വരാൻ പറയാം. അപ്പൊ അവനത് പഠിക്കും, കുറച്ച് കാണുമ്പോൾ അവൻ പഠിക്കും. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അവനക്ക് അവനൊരു വിജയിച്ചു എന്നുള്ള ഒരു ഒരു ഡോപ്പമിൻ ഹിറ്റ് അവിടെ വരും അല്ലെ. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരാൾ, എന്തെങ്കിലും കാരണത്താൽ വിഷമത്തിൽ ഡിപ്രഷനിൽ ഇരിക്കുന്ന ആളോട് ഭാവിനെ പറ്റിയോ അല്ലെങ്കിൽ അയാളുടെ ഇതിനെ പറ്റിയോ കൂടുതൽ ഭയങ്കര സംസാരങ്ങളൊന്നും നടത്താണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാന്നുള്ളത് അയാളെ കൊണ്ട് ചിന്തിപ്പിക്കാന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റോറിയിൽ നിന്നൊക്കെ കിട്ടുന്ന നമുക്ക് റിയൽ ലൈഫിൽ വരുന്ന ഇതുകൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഹാജി മസ്താന്റെ സ്റ്റോറി. അതെന്ന് പറയുന്നത് ആരും കാണാനില്ലാത്തപ്പോഴും നമ്മൾ നമ്മളുടെ പ്രവർത്തികളും പെരുമാറ്റങ്ങളും എല്ലാം ക്വാളിറ്റി ഉള്ളതാക്കി വെക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല മനസ്സമാധാനത്തോടെ നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ആക്കാനായിട്ട് പറ്റണമെന്നുള്ളത്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹാജി മസ്താൻ മൈൻഡ് സെറ്റ് ഉണ്ടാവാന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റോറിയിൽ പറയുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റീവ് ജോബ്സിന്റെ സ്റ്റോറിന്നും ഈ ഒരു മെസ്സേജ് തന്നെയാണ്. ആരും കാണാത്ത ആ ഒരു വേലിയുടെ പുറകു ഭാഗം എപ്പോഴും നന്നാക്കി ക്വാളിറ്റി ആക്കി വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. നമ്മുടെ റിയൽ ലൈഫിൽ അത് ഒരു ശീലം ആക്കാന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് സ്റ്റോറിയിൽ നമ്മുടെ എഡിസന്റെ അതായത് നമ്മുടെ ആ ഒരു ചിന്ത, ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം, നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ആ ഒരു ചിന്തകൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്തായാലും വസ്തുക്കളായി മാറുന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് സജ്ന മാം. മാമിന്റെ ഞാൻ ആദ്യം അപ്രിഷിയേറ്റ് ചെയ്യുന്നത് മാമിന്റെ ഈ ഒരു എഫേർട്സ് ആണ്. നിസവ് സർ പറഞ്ഞപ്പോ ശരിക്കും ഞാൻ പറയണ വിചാരിച്ചതാണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറീസ് കേട്ടു, പക്ഷെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം കണക്ട് ചെയ്തിട്ട്. സോ അത് മാം ഇപ്പൊ എല്ലാ സ്റ്റോറിയുടെ ബ്രീഫായിട്ട് പറയുമ്പോൾ ഒന്നുകൂടെ മെമ്മറിയിൽ റീഫ്രഷ് ആയി. പിന്നെ ദ ഫ്ലോ ഓഫ് ടെലിംഗ് ദ സ്റ്റോറി കണ്ടിന്യൂസ് ആയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്ലസന്റ് ആയിരുന്നു, എല്ലാ സ്റ്റോറീസും വിത്ത് മെസ്സേജ് ആയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഹാജി മസ്താൻ പറയുമ്പോൾ എന്റെ ചൈൽഡ്ഹുഡിലേക്ക് ഞാൻ പോയി. എന്തുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മാം പറയുമ്പോഴാണ് നമ്മള് ഈ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ, പ്രത്യേകിച്ചിട്ട് ഞാൻ വേറെ സ്റ്റേറ്റിൽ വളർന്നത് കൊണ്ട് ചൈൽഡ്ഹുഡ് ഒക്കെ മറന്ന് ഇന്നത്തെ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കണം. പ്രസന്റിലാണല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പാസ്റ്റ് ഒക്കെ ഞാൻ മറന്നു, ബിക്കോസ് ആ കണക്ഷൻസും ഇല്ല. ഇപ്പൊ മാം ഓരോ ഇൻസിഡന്റ് ഓരോ സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനത്തെ ഇൻസിഡന്റ്സ് കാരണം എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഹാജി മസ്താൻ പറയുന്ന ആള് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാരും പേടിപ്പിക്കും, ഇയാള് വരുന്നുണ്ട് ക്ലാസ്സിലേക്ക് കയറിക്കോളൂ, ഇല്ലെങ്കിൽ അയാൾ പിടിച്ചിട്ട് പോകും, കുട്ടികളെ പിടിച്ചിട്ട് പോകും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കേട്ട് വളർന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത്
നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ കുറിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഹാജി മസ്താൻ എന്ന് പറയുന്നത് ഞങ്ങളെ പേടിപ്പിക്കാൻ യൂസ് ചെയ്ത ഒരു പേരാണ്. ഇപ്പൊ മാം അയാളുടെ ഒരു നല്ലൊരു വശം പറഞ്ഞു തന്നത് വളരെ സന്തോഷാണ്. സോ ഇറ്റ് വാസ് എ വെരി വെരി നൈസ് സെഷൻ. താങ്ക് യു മാം ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ യുവർ എഫേർട്സ്. താങ്ക് യു ചന്ദ്ര മാം. താങ്ക് യു മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. ഇതിൽ പറഞ്ഞ പോലെ, ഫസ്റ്റ് സ്റ്റോറി പറഞ്ഞ പോലെ, നമ്മൾക്ക് ഒരാൾക്ക് എന്ത് കൊടുക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഹോപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ആവാം. അവരെ വാക്കുകൾ കൊണ്ടെങ്കിലും അവർക്ക് ഒരു പ്രതീക്ഷ കൊടുത്താൽ അത് അവർക്ക് മുന്നോട്ട് പോകാൻ നല്ലൊരു പ്രചോദനമായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് പറയുന്നുണ്ട്. പിന്നെ പോലെ സെക്കൻഡ് സ്റ്റോറി പറഞ്ഞ പോലെ നമ്മളെ ലൈഫിൽ മോട്ടിവേഷൻ അല്ല, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടത് അതാണ്. ഏത് സിറ്റുവേഷൻ വന്നാലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഡിസിപ്ലിനോടുകൂടി നമ്മൾ വർക്ക് ചെയ്താൽ എനി മൂമെന്റ് ചിലപ്പോ വൈകിയാണെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതൊരു സത്യമാണ്. അപ്പോ അങ്ങനെ ഒരു മെസ്സേജ് കൂടെ. പിന്നെ പറഞ്ഞ സ്റ്റോറിയിൽ നമ്മള് ആര് വാച്ച് ചെയ്യാനില്ലെങ്കിലും നമ്മളുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശരിക്കുള്ള ഞാൻ. അത് പബ്ലിക്കില് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്റെ തോട്ട്സ് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്ക് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ശരിക്കും ഞാൻ എന്നുള്ളത്. അപ്പോ അത് ആര് വാച്ച് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ള വലിയൊരു മെസ്സേജ് കൂടെ നമുക്ക് ഇന്ന് കിട്ടി. ഓവറോൾ എന്താ പറയാ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു പവർ സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഒരു റീജിയൻ ബീറ്റ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ 2 മൈൽ തിയറി അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണം, 1 കിലോമീറ്റർ ഉള്ളു വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നടക്കും. പക്ഷെ അതേസമയം 2 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ബൈക്ക് എടുക്കും അല്ലെങ്കിൽ കാർ എടുക്കും. അപ്പൊ ഇതിന്റെ എഫക്റ്റ് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ദൂരേക്ക് നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കും എത്താനായിട്ട്. പക്ഷെ 2 കിലോമീറ്റർ നേരത്തേക്ക് 5-10 മിനിറ്റ് കൊണ്ട് എത്തും. ഇതുപോലെയാണ് ലൈഫിൽ എല്ലാ കാര്യങ്ങളും എന്നാണ് പറയുന്നത്. നമുക്കൊരു വേഴ്സറായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് ചാടും. അതേസമയം വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോവാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റക്ക് ആവും, അതിൽ നിന്ന് പുറത്ത് കിടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലൈഫിൽ എപ്പോഴും നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ജീവിതം പോകുന്നത്, എന്നാൽ ഒരു മോശമല്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെടാതിരിക്കാൻ ശ്രമിക്കണം. അപ്പൊ മാം നേരത്തെ പറഞ്ഞ പോലെ ഒരാള് നല്ല പാവപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴും ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. അതേസമയം ഒരു മിഡിൽ ക്ലാസ് നിൽക്കുന്ന ആള് അങ്ങനെ തന്നെ പോയാൽ മതി എന്നായിരിക്കും അയാളുടെ മൈൻഡ് സെറ്റ്. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ പെടാതിരിക്കുക എന്നാണ് അത് പറയുന്നത്. എന്തായാലും നല്ല കുറെ കഥകൾ കേട്ടു. ഹാജി മസ്താന്റെ ചന്ദ്രാമയം പറയുന്ന പോലെ ഹാജി മസ്താന്റെ വേറൊരു വേഷം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിൽ പറഞ്ഞ പോലെ അല്ലെ, എപ്പോഴും ആരൊക്കെയോ നമ്മളെ അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാലും ഇല്ലെങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ ജീവിക്കുക, അല്ലെ, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു മാം. അപ്പൊ ഇനിയും കഥകളൊക്കെ ആയിട്ട് വരിക. താങ്ക് താങ്ക് യു. യു സർ. താങ്ക് യു.
പിന്നെ ആർക്കും പറയാനില്ലെങ്കിൽ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ? ഓക്കെ മാം, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Good day.